സഹകാരി റേസ്ലെസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് SCERT സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ദേശീയ പ്രസ്ഥാനം വളർന്നതെന്നും ഇന്ത്യയിലുണ്ടായിരുന്ന സാമൂഹിക ഉച്ചനീചത്വങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ നേതാക്കൾ ആരാണെന്നും എങ്ങനെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ശ്രദ്ധിച്ചോടാം. നമുക്കിന്ന് ആദ്യം പഠിക്കാനുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ദേശീയത എന്നുള്ളതാണ്. നോക്കിക്കോടാം. നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു? നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, ഭാഷ, വേഷം, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ കുറേ വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ഭാഷയുടെ ആയാലും സംസ്കാരത്തിൻ്റെ ആയാലും വർണ്ണത്തിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളിലും ഒരു വിവേചനം ഉണ്ടായിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി എത്തിയതോടുകൂടി ഇന്ത്യക്കാർക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇന്ത്യക്കാർക്കിടയിൽ വേണ്ടത് ഒരു ഐക്യബോധമാണ് എന്നൊരു തിരിച്ചറിവ് ആർക്കുണ്ടാകുന്നു? ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. അപ്പോൾ നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഇന്ത്യയെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ ജനത തീരുമാനിച്ചു, നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം? ഒരു ഐക്യബോധം വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തടാ? ഇന്ത്യൻ ജനത എന്ത് ചെയ്തു? ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന ഒരു ഐക്യബോധത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഐക്യബോധത്തിനെയാണ് ഇവിടെ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ അല്ലേടാ? വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്ലൈഡിൽ പഠിക്കാനില്ല. അടുത്ത് ശ്രദ്ധിച്ചോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ വന്ധ്യവയോധികനെ കുറിച്ചാണ്. ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ? ദാദാഭായി നവറോജി. ആരാണ്ടാ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? ആരെയാണ്? ദാദാഭായി നവറോജിയെ കുറിച്ചാണ്. ശ്രദ്ധിച്ചോ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായി നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്ടാ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത് ആരാണ്ടാ? ദാദാഭായി നവറോജി. ആരാണ്? ദാദാഭായി നവറോജി. PSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത് ആരാണ്ടാ? ദാദാഭായി നവറോജിയാണ്. അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് പഠിച്ചേ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാ? ദാദാഭായി നവറോജിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഏതാ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് രണ്ടും നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും മനസ്സിലായി. അടുത്ത് പറയുന്നത് നോക്കിക്കോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്ന തൻ്റെ നിരീക്ഷണം അദ്ദേഹം അറിയിച്ച അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത്? ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. എന്താണ് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന തൻ്റെ നിരീക്ഷണം അദ്ദേഹം അവതരിപ്പിച്ചത് എന്തിലൂടെയാണ്? ചോർച്ചാ സിദ്ധാന്തത്തിലൂടെയാണ്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡ്രെയിൻ തിയറി. എന്താണ് ഡ്രെയിൻ തിയറിയിൽ പറയുന്നത്? ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള കാഴ്ചപ്പാട് ദാദാഭായി നവറോജി ഒരു ആശയത്തിലൂടെ അവതരിപ്പിച്ചു. ആശയത്തിന്റെ പേരാണ് എന്ത്? ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നേ? ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാകുന്നത് ഇതിലൂടെ സാധിച്ചു. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്ടാ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായി നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു
ഇദ്ദേഹം ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. സിദ്ധാന്തത്തിന്റെ പേരെന്താണ്? ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. ഇതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചത് എന്നുള്ള തന്റെ നിരീക്ഷണങ്ങൾ ദാദാഭായ് നവറോജി ഒരു ആശയ രൂപത്തിൽ അവതരിപ്പിച്ചു. ഈ ആശയത്തിന്റെ പേരാണ് എന്ത്? ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം. ക്ലിയർ അല്ലേടാ? അപ്പൊ ദാദാഭായ് നവറോജിയെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നിന്നും പഠിക്കാനുള്ളത്. അടുത്ത് ശ്രദ്ധിച്ചോ. അടുത്ത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞിരുന്നു. നമുക്കിനി പഠിക്കാനുള്ളത് സാമ്പത്തിക നയത്തിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചോ. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനി നയം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. അപ്പൊ ശ്രദ്ധിച്ചോ. അസംസ്കൃത വസ്തുക്കളെ ശേഖരിക്കുന്ന ഒരു കോളനിയായും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായും ബ്രിട്ടീഷുകാർ ആരെ മാറ്റി? ഇന്ത്യയെ മാറ്റി. അടുത്ത സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അപ്പൊ ബ്രിട്ടീഷുകാർ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ ചെയ്തത്. അവരെന്താണ് ചെയ്തത്? അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും ശേഖരിക്കുക, ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? ഇന്ത്യയുടെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുക. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തിക ചൂഷണമായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. അപ്പൊ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർ ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്നു. ഈ നയങ്ങൾ കാരണം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായടാ? അവർക്ക് തൊഴിലില്ലായ്മ ഉണ്ടായി, തൊഴിലിന്റെ ദൗർലഭ്യം ഉണ്ടായി, അതേപോലെ തന്നെ എന്തിന് കാരണമായി? ദാരിദ്ര്യത്തിനും കാരണമായി. അപ്പൊ ബ്രിട്ടീഷുകാർ നികുതി നയങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ്ട? തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായിരുന്നു അവിടെ. അതേപോലെ തന്നെ എന്തും ഉണ്ടായിരുന്നു? ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഈ പ്രശ്നങ്ങളെ എല്ലാം നേരിട്ട ആര്? കർഷകരും കൈവേലക്കാരും ചെറുകിട കച്ചവടക്കാരും ഗോത്ര വിഭാഗക്കാരും ഒക്കെ എന്ത് ചെയ്തിടാം? ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ്? അവരെ പ്രതിരോധിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണങ്ങളെ പറ്റി വിശദമായ പഠനം നടത്തിയ കുറച്ച് ആൾക്കാരുടെ പേര് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് എന്ത്? ഈ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു പഠനം നടത്തിയ കുറച്ച് ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പൊ ക്ലിയർ അല്ലേടാ? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയം ഇന്ത്യക്കാരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ എങ്ങനെയാണ് കണ്ടത്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും അതേപോലെ തന്നെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കമ്പോളമായും അവരെന്ത് ചെയ്തു? ഇന്ത്യയെ മാറ്റി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താ? സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ കാരണം ഇന്ത്യയിൽ എന്തുണ്ടായി? തൊഴിലില്ലായ്മയും ഉണ്ടായി, ദാരിദ്ര്യവും ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തടാ? കർഷകരും കൈവേലക്കാരും ചെറുകിട കച്ചവടക്കാര് ഗോത്രവർഗ വിഭാഗക്കാര് ഇവരെല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ സംഘം ചേർന്ന് എന്ത് ചെയ്തു? അവർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയ 3-4 പേര് നമ്മൾ പറഞ്ഞായിരുന്നു. ആരൊക്കെയാണത്? ദാദാഭായ് നവറോജി ഉണ്ട്, RC ദത്ത് ഉണ്ട്, മഹാദേവ ഗോവിന്ദ റാനഡെ ഉണ്ട്. ക്ലിയർ അല്ലേടാ? ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്ത് ശ്രദ്ധിച്ചേ. അടുത്ത പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യൻ ജനതയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. നോക്കിക്കോ. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നത്? പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിക്കുന്നത്. ഇപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച നൂറ്റാണ്ട് ഏതാണ്ടാ? 19-ാം നൂറ്റാണ്ടിലാണ്. നോക്കിക്കോ. ബ്രിട്ടീഷുകാരുടെ മേന്മ ഉയർത്തി കാണിക്കാനും ഇന്ത്യയെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? പാശ്ചാത്യ വിദ്യാഭ്യാസം വരുന്നത്. ഈ ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും അതേപോലെ ഇന്ത്യക്കാരെ എന്ത് ചെയ്യണം? സാംസ്കാരികമായി ബ്രിട്ടീഷുകാർക്ക് വിധേയരാക്കാനും അതേപോലെ അവരോട് അനുഭാവമുള്ള ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടത്. അങ്ങനെയല്ലേ? ഇവിടെയുള്ള ആൾക്കാർക്ക് ആ സമയത്ത് എന്താണ്?
കുറേ ആൾക്കാർക്കെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തു. അവരെന്തിനാണിത് ശ്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മേന്മ ഉയർത്തി കാണിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ സംസ്കാരം വളർത്തിയെടുക്കാനും അതേപോലെ തന്നെ ഇന്ത്യക്കാരെ ആർക്ക് അനുകൂലമാക്കി മാറ്റാനും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നത്. ഓക്കെ അല്ലേടാ? എന്നാൽ എന്ത് സംഭവിച്ചു, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചതോടുകൂടി അവരെന്ത് ചെയ്തു, ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇന്ത്യക്കാർ ചെയ്തത്. ഇന്ത്യക്കാർ എന്ത് ചെയ്തു, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര് അവരെന്തിനെ കുറിച്ചൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി, അവർ ജനാധിപത്യം എന്താണെന്നും സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, പൗരാവകാശം, തുല്യനീതി, ശാസ്ത്രബോധം ഇവയെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിട്ട് ആര് മാറി, നമ്മുടെ ഇന്ത്യക്കാർ മാറി. നോക്കിക്കോ, പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം ആര് നേടി, ഇന്ത്യക്കാർ നേടി. അപ്പോൾ ഇന്ത്യക്കാർ ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് നമ്മൾ ബ്രിട്ടന് അടിമകളായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രിട്ടൻ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ ആര് ചിന്തിക്കാൻ തുടങ്ങി, നമ്മുടെ വിദ്യാഭ്യാസം ലഭിച്ച, പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി, ബ്രിട്ടീഷ് ഭരണം ഇങ്ങനെ നിലനിന്നാൽ ശരിയാവില്ല, ഇതിനൊരു അവസാനം ഉണ്ടാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. ഇപ്പൊ രാജ്യത്തിന്റെ പല ഭാഗത്ത് നിന്നുമുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് തിരിച്ച് പുറത്തോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഭാഷയായിട്ട് എന്ത് മാറി, ഇംഗ്ലീഷ് മാറി. അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഒരു കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരെ എന്ത് സഹായിച്ചു, ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം സഹായിക്കുകയാണ് ചെയ്തത്. എടാ അങ്ങനെയല്ലേ? കാരണം നമുക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളിൽ എന്ത് ചെയ്തത്, അവബോധമുള്ളവരായിട്ട് മാറിയത്. നമ്മൾ എന്താണ് സ്വാതന്ത്ര്യമെന്നും എന്താണ് തുല്യനീതി, പൗര അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നത് നമുക്ക് ഈ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാര് എങ്ങനെ ബ്രിട്ടന്റെ അടിമകളായി അല്ലെങ്കിൽ എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതും എന്തിനു ശേഷമാണ്, പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? ഇതിനെക്കുറിച്ചാണ് എന്താണ് ഇങ്ങനെ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്കൊരു മുതൽക്കൂട്ടാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം നോക്കിക്കോടാം, സാഹിത്യവും പത്രങ്ങളും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദേശീയതയെ കുറിച്ചാണ്. അപ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയതിലൂടെ എന്താണ്, ഇന്ത്യക്കാർക്ക് ഒരു ദേശീയ ബോധം ഉണ്ടായി. അടുത്ത് നമ്മൾ പറയുന്നത് സാഹിത്യവും പത്രങ്ങളും എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് വഴി തെളിച്ചത് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ, ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ ഇലയടിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കാൻ എന്ത് മാധ്യമമായി സ്വീകരിച്ചു, പത്രങ്ങളും അതുപോലെ തന്നെ സാഹിത്യവും അവരൊരു മാധ്യമമായി സ്വീകരിച്ചു. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃതികൾ രചിക്കാനും ലേഖനങ്ങൾ എഴുതാനും തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ഒക്കെ സാഹിത്യ കൃതികൾ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അപ്പോൾ എന്ത് ചെയ്തു അവര്, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്ന എന്താണ് ദുരിതങ്ങളും ദാരിദ്ര്യവും അവഗണനയും ചൂഷണവും എല്ലാം എന്ത് ചെയ്തു, അവരുടെ സാഹിത്യ കൃതികളിൽ പ്രതിപാദ്യ വിഷയമാക്കി മാറ്റി. അപ്പോൾ അന്നത്തെ കാലത്തെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു ആരൊക്കെ, ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, അന്നത്തെ കാലത്തെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരൻ ആരൊക്കെയാണ്, ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ഇവരുടെയൊക്കെ കൃതികളിൽ എന്ത് ചെയ്തടാ, ദേശീയ ബോധം വളർത്തുന്നതിൽ ഇവരൊക്കെ എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ദേശീയത വളർത്തുന്നതിന് വേണ്ടിയിട്ട്
ആരൊക്കെ? സാഹിത്യവും അതേപോലെ തന്നെ പത്രങ്ങളും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിലനിന്നിരുന്ന ചൂഷണവും വിവേചനവും അതേപോലെ ദാരിദ്ര്യം, അവർ നേരിടുന്ന ദുരിതാവസ്ഥ, ഇതെല്ലാം എന്ത് ചെയ്തു? സാഹിത്യങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാവരിലേക്കും എത്തിക്കാൻ അവരെന്ത് ചെയ്തു? ശ്രമിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? അങ്ങനെ പ്രവർത്തിച്ച പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരാണ് ആരൊക്കെ? ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നോക്കിക്കോ. അടുത്തിന് പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാരും അവരുടെ ഭാഷ, അവർ ഏത് ഭാഷയിലാണ് കൃതികൾ എഴുതിയിരുന്നതും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും PSC ടെസ്റ്റ് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നവരാണ്. ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ബോക്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ പഠിച്ചു വെച്ചോടാ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, ഭാഷ ഏതാണ്ടാ? ബംഗാളി. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, ഭാഷ ഏതാണ്? അവർ ഏത് ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി ഭാഷയിലാണ്. അടുത്ത ആളാണ് ലക്ഷ്മീനാഥ് ബെസ്ബറുവ. ലക്ഷ്മീനാഥ് ബെസ്ബറുവ ഏത് ഭാഷയാണ്ടാ? അസാമീസ്. അപ്പോൾ ലക്ഷ്മീനാഥ് ബെസ്ബറുവ ഏത് ഭാഷയാണ്ട? അസാമീസ് ആണ്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഏത് ഭാഷയിലാണ് കൃതികൾ എഴുതിയിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി ഭാഷയിലാണ്. ലക്ഷ്മികാന്ത് ബെസ്ബറുവ ഏത് ഭാഷയിലാണ്ട? അസാമീസ് ഭാഷയിലാണ്. ലക്ഷ്മിനാഥ് ബെസ്ബറുവ ഏത് ഭാഷയിലാണ്? അസാമീസ് ഭാഷയിലാണ്. അടുത്ത ആളാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ. ആരാണ്ട? വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷയിലാണ്ട? മറാഠി. ഏത് ഭാഷയാണ്? മറാഠി ഭാഷയിലാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ കൃതികൾ രചിച്ചിരുന്നത്. എടാ അപ്പൊ പറഞ്ഞേ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറും ഭാഷ ഏതാണ്? ബംഗാളിയാണ്. ലക്ഷ്മിനാഥ് ബെസ്ബറുവ ഏത് ഭാഷയാണ്? അസാമീസ് ആണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഭാഷ ഏതാണ്? മറാഠിയാണ്. അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ്ട? തമിഴ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ് കൃതികൾ എഴുതിയിരുന്നത്? തമിഴ് ഭാഷയിലാണ്. അടുത്ത ആളാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ്. ഓക്കെ, പ്രേംചന്ദ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോക്കിക്കോട്ടെ, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ്, ഇവർ രണ്ടുപേരും ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഭാഷയാണേ. എടാ അപ്പോ വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷ? മറാത്തി ഭാഷ. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷ? തമിഴാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അതേപോലെ പ്രേംചന്ദ് ഭാഷ ഏതാണ്ട? ഹിന്ദി ഭാഷയാണ്. അടുത്ത ആളാണ് അൽതാഫ് ഹുസൈൻ ഹാലി. ആരാണ്ട? അൽതാഫ് ഹുസൈൻ ഹാലി ഭാഷ ഏതാണ്? ഉറുദു ഭാഷ. അൽതാഫ് ഹുസൈൻ ഹാലി ഭാഷ ഏതാണ്? ഉറുദു ഭാഷയാണ്. അതേപോലെ വള്ളത്തോൾ നാരായണ മേനോൻ ഭാഷ ഏതാണ്ട? മലയാളം. വള്ളത്തോൾ നാരായണ മേനോൻ ഭാഷ ഏതാണ്? മലയാളമാണ്. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു രവീന്ദ്രനാഥ ടാഗോറും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ഭാഷ ഏതാണ്? ഭാഷ ബംഗാളിയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ലക്ഷ്മിനാഥ് ബെസ്ബറുവ ഭാഷ ഏതാണ്? അസാമീസ് ആണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ആരാണ്ട? മറാത്തി ഭാഷയിലെ എഴുത്തുകാരനാണ്. സുബ്രഹ്മണ്യ ഭാരതി ആണെങ്കിൽ തമിഴാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് ഇവർ രണ്ടുപേരും ഹിന്ദി ഭാഷയിലാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ ഏത് ഭാഷയിലാണ്ട? മലയാളം ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നത്. ഈ ഒരു ബോക്സ് ക്ലിയർ അല്ലേ? ഓക്കേടാ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? സാഹിത്യവും പത്രങ്ങളുമാണ്. നമ്മൾ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ ഭാഷയും പഠിച്ചു. നമുക്ക് ഇനി പഠിക്കാനുള്ളത് പത്രങ്ങളെ കുറിച്ചാണ്. നോക്കിക്കോ, ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയി ആണ്. അപ്പോൾ ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ്ട? രാജാറാം മോഹൻ റോയി ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയി. പഠിച്ചു വെച്ചോ, ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. അപ്പൊ നമ്മൾ അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളുടെ പേര് പഠിക്കണ്ടേ? അദ്ദേഹം 2 പത്രങ്ങളാണ് ആരംഭിക്കുന്നത്. ഒന്ന് ബംഗാളി ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയ സമ്പാദ് കൗമുദി, അതേപോലെ പെർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ. അപ്പോൾ ഇന്ത്യയിൽ
പത്രപ്രവർത്തനം കൊണ്ടുവരുന്നത് ആരാണ്ട? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം 2 പത്രങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ സമ്പാദ് കൗമുദി, അതേപോലെ പെർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ. ഏതാണ്ട് മിറാത്തുൽ അക്ബർ. അപ്പോൾ 2 പത്രങ്ങളാണ് ആര് കൊണ്ടുവരുന്നത്? രാജാറാം മോഹൻ റോയ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുവാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം പത്രങ്ങൾ എന്ത് ചെയ്തു? ഇത്തരം പത്രങ്ങൾക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയായിരുന്നു? രാജാറാം മോഹൻ റോയ് ആണ് എന്ത് കൊണ്ടുവരുന്നത്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ നമ്മൾ പറഞ്ഞു, സമ്പാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. സമ്പാദ് കൗമുദി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലാണ്? പെർഷ്യൻ ഭാഷയിലുമാണ്. നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ഇത് 2 ആണ്. ഇനി നമുക്ക് കുറച്ച് പത്രങ്ങളും അതിന്റെ ഭാഷകളും പഠിക്കാം. ഓക്കെ, കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അമൃത ബസാർ പത്രിക ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിയാണ്. അമൃത ബസാർ പത്രിക ഭാഷ ഏതാണ്ട? ബംഗാളി ഭാഷയിലാണ്. അടുത്തത് ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ. ഇത് 2ഉം ഏത് ഭാഷയിലാണ്ട? ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോ നമ്മൾ പറഞ്ഞു അമൃത ബസാർ പത്രിക ഭാഷ ഏതാണ്ട? ബംഗാളി ഭാഷയാണ്. ദ ഹിന്ദു അതേപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഇത് 2ഉം എന്ത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. അടുത്ത മാതൃഭൂമി പത്രവും അൽ അമീൻ പത്രവും ഭാഷ ഏതാണ്ട? മലയാളമാണ്. മാതൃഭൂമിയും അൽ അമീനും ഭാഷ ഏതാണ്? മലയാളമാണ്. അപ്പോൾ അമൃത ബസാർ പത്രിക ഭാഷ ബംഗാളി. ദ ഹിന്ദു ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. അതേപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. മാതൃഭൂമി, അൽ അമീൻ ഏത് ഭാഷയിലെ പത്രങ്ങളാണ്ട? മലയാളം ഭാഷാ പത്രങ്ങളാണത്. അടുത്ത നോക്കിക്കോടാ. അടുത്ത ഈ ബ്രിട്ടീഷുകാര് വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായിട്ട് കണ്ടു. അപ്പം അത് തന്നെയായിരുന്നു ഇന്ത്യക്കാരുടെ ലക്ഷ്യവും. കാരണം എന്താണ്? ബ്രിട്ടീഷുകാര് നമ്മളോട് ചെയ്യുന്ന ക്രൂരതകൾ എന്താണ് ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കുക എന്ന രീതിയിലാണ് സാഹിത്യ കൃതികൾ രചിക്കാൻ തുടങ്ങിയതും പത്രങ്ങൾ കൊണ്ടുവരുന്നതും. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്ത് മനസ്സിലായി? വർത്തമാന പത്രങ്ങളിലൂടെ ആൾക്കാർ ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമമാണ് ഇത് നാട്ടുഭാഷാ പത്ര നിയമം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവർ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? നാട്ടുഭാഷാ പത്ര നിയമം. വെർണിക്കുലാർ പ്രസ് ആക്ട് എന്ന് പറയും. എന്താണ് വെർണിക്കുലാർ പ്രസ് ആക്ട് എന്ന് പറയും. ഇത് കൊണ്ടുവരുന്നത് ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. അപ്പോൾ നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാണ്? ലിട്ടൺ പ്രഭു. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള എന്താണ് പ്രചരണായുധമായിട്ടാണ് അവർ ഈ പത്രങ്ങളെ കണ്ടത്. അപ്പോൾ ഇവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമാണ് നാട്ടുഭാഷാ പത്ര നിയമം. ഓക്കെ, ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. അടുത്തത് നോക്കിക്കോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയതയിലോട്ടാണ്. അതായത് നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണോ എന്നാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. ഇന്ത്യയിലുണ്ടായിരുന്ന സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? 1772 ബംഗാളിലെ രാധാനഗറിലാണ് ആര് ജനിക്കുന്നത്? രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ 1772 അദ്ദേഹം എവിടെ ജനിക്കുന്നു? ബംഗാളിൽ ജനിക്കുന്നു. ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 1772 ബംഗാളിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ എന്തുണ്ടായിരുന്നു? പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു.
അപ്പോൾ നമുക്കറിയാം എന്താണ്, രാജാറാം മോഹൻ റോയ്ക്ക് ഒരുപാട് ഭാഷകൾ അറിയായിരുന്നു. അപ്പോൾ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ആരെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിനെ സ്വാധീനിച്ച ആശയങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെല്ലാം ആരെ സ്വാധീനിച്ചിരുന്നു? രാജാറാം മോഹൻ റോയിയെ സ്വാധീനിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. നോക്കിക്കോടാ. സതി നിർത്തലാക്കാൻ മുഖ്യ പങ്ക് വഹിച്ചു. അപ്പോൾ സതി നിർത്തലാക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെ? വില്യം ബെന്റിക്കിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കാൻ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. അപ്പൊ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്തു? നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം കൊണ്ടുവന്നു. ഏതാണ്ട ബ്രഹ്മസമാജം. അദ്ദേഹം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മസമാജം. അപ്പോൾ സതി നിർത്തലാക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മസമാജം. അപ്പോൾ ബ്രഹ്മസമാജം കൊണ്ടുവരുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത് നോക്കിക്കോട്ടെ, ഇദ്ദേഹം എന്തിനെയൊക്കെ എതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തടാ? ശൈശവ വിവാഹത്തിനെതിരെയും ബഹുഭാര്യത്വത്തിനെതിരെയും അദ്ദേഹം എന്ത് ചെയ്തു? പോരാടി. അതേപോലെ സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. അതേപോലെ അദ്ദേഹം എന്തു പറഞ്ഞു? സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ട് എന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും അദ്ദേഹം എന്ത് ചെയ്തു? നിലകൊണ്ടു. അപ്പോൾ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അതേപോലെ ബ്രഹ്മസമാജം എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നു. ശൈശവ വിവാഹത്തിനെയും ബഹുഭാര്യത്വത്തിനെയും അദ്ദേഹം ശക്തമായി എതിർത്തു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. അതേപോലെ വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും നിലകൊണ്ട വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോണേ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോടെ. ഈ ഒരു മേഖലയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ അല്ലേടാ? അടുത്ത് നോക്കിക്കോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാ? ജ്യോതിറാവു ഫുലെ. അപ്പോൾ ആരാണ് ജ്യോതിറാവു ഫുലെ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത് ജ്യോതിറാവു ഫുലെ. അപ്പോൾ ജ്യോതിറാവു ഫുലെ ആരായിരുന്നു? മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും അതേപോലെ സ്ത്രീകളുടെയൊക്കെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്? അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സത്യശോധക സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അപ്പോൾ സത്യശോധക സമാജം രൂപീകരിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു. പേരെന്താണ്? സത്യശോധക സമാജം. കൊണ്ടുവന്നത് ആരാണ്ടാ? ജ്യോതിറാവു ഫുലെ. ആരാണ് കൊണ്ടുവരുന്നത്? ജ്യോതിറാവു ഫുലെ. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ സത്യശോധക സമാജത്തിന്റെ ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക, അതേപോലെ തന്നെ എന്താണ്? വിധവാ വിവാഹം നടപ്പിലാക്കുക. അപ്പോൾ വിധവാ വിവാഹം നടപ്പിലാക്കാനും ഈ വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കാനും വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് സത്യശോധക സമാജം. ഇത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്ടാ? ജ്യോതിറാവു ഫുലെ ആണ്. അതേപോലെ സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ദളിതർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അതേപോലെ മഹാരാഷ്ട്രയിലെ ജനത ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? മഹാത്മാ എന്ന് വിളിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങള് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഇദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു.
അപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രിബായി ഫുലെയും ഉണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പൊ ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? സാവിത്രിബായി ഫുലെ. അപ്പൊ ഇദ്ദേഹവും ഇവർ എന്ത് ചെയ്തു? അവരും എന്തിനു വേണ്ടിയിട്ട് നിരവധി പെൺപള്ളിക്കൂടങ്ങളും അതേപോലെ തന്നെ നിശാപഠനശാലകളും ഒക്കെ ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ആരുടെ കൂടെ? ജ്യോതിറാവു ഫുലെയുടെ കൂടെ ആരും പങ്കാളിയായി? സാവിത്രിബായി ഫുലെയും പങ്കാളിയായി. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള പോയിന്റ്സ് എന്തൊക്കെയായിരുന്നടാ? മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ജാതിയിൽപ്പെട്ടവരുടെയും അതേപോലെ തന്നെ സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു സത്യശോധക സമാജം. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നടാ? വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കാനുമായിരുന്നു ഈ ഒരു സംഘടന നിലവിൽ വന്നത്. അതേപോലെ ദളിതര്, സ്ത്രീകൾ എന്നിവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ജ്യോതിറാവു ഫുലെയെ എന്തെന്ന് വിളിച്ചു? മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ആരെന്ന് പറയുന്നത്? സാവിത്രിബായി ഫുലെ. അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ജ്യോതിറാവു ഫുലെയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും ആരും സ്ഥാപിച്ചിട്ടുണ്ട്? സാവിത്രിബായി ഫുലെയും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ജ്യോതിറാവു ഫുലെ ആരാണെന്നും എന്താണ് സത്യശോധക് സമാജമെന്നും നമ്മൾ മനസ്സിലാക്കി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കോ, പണ്ഡിത രമാബായിയെ കുറിച്ചാണേ. നോക്കിക്കോ, സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. അപ്പോൾ പണ്ഡിത രമാബായി എന്താണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാന രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു. ഇവർ എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക സ്വദേശിനിയായിരുന്നു ആര്? പണ്ഡിത രമാബായി. അവർ എന്ത് ചെയ്തു? സംസ്കൃതം, മറാഠി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. അപ്പോൾ കർണാടക സ്വദേശിനിയായിരുന്നു പണ്ഡിത രമാബായി. അവർ എന്ത് ചെയ്തു? അവർ സംസ്കൃതം, മറാഠി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ എന്ത് ചെയ്തു? സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ എന്തെന്ന് വിളിച്ചു? പണ്ഡിത എന്ന ബഹുമതി നൽകി. അപ്പോൾ പണ്ഡിത എന്നുള്ള ബഹുമതി കൊടുക്കുന്നത് ആരാണ്? കൽക്കത്ത സർവകലാശാലയാണ്. എന്തിനു വേണ്ടിയിട്ട്? സംസ്കൃത സാഹിത്യത്തിലുള്ള അവരുടെ ആ ഒരു നോളജ് പരിഗണിച്ചുകൊണ്ട് കൽക്കത്ത സർവകലാശാല എന്ത് ചെയ്തു? പണ്ഡിത രമാബായിക്ക് പണ്ഡിത എന്ന് പറയുന്ന ബഹുമതി സമ്മാനിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനമായും പണ്ഡിത രമാബായി ഫോക്കസ് ചെയ്ത മേഖല എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകളുടെ ഉന്നമനമായിരുന്നു. അപ്പോൾ പണ്ഡിത രമാബായി എന്താണ് ചെയ്തത്? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊണ്ടു. അതേപോലെ വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് ആര്യ മഹിളാ സമാജം. പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ആര്യ മഹിളാ സമാജമാണ്. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും പണ്ഡിത രമാബായിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ പണ്ഡിത രമാബായി അന്നത്തെ കാലത്ത് എന്ത് ചെയ്തു? വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്താരംഭിക്കുന്നു? ശാരദാ സദൻ ആരംഭിക്കുന്നു. ആര്? പണ്ഡിത രമാബായി. അതേപോലെ തന്നെ എന്താണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മുക്തി മിഷൻ. അതേപോലെ തന്നെ 1889 ബോംബെയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലും ആര് പങ്കെടുത്തു? പണ്ഡിത രമാബായി പങ്കെടുത്തു. അപ്പൊ പണ്ഡിത രമാബായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തടാ? വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്താരംഭിക്കുന്നു? ശാരദാ സദനം എന്ന് പറയുന്ന അഭയ കേന്ദ്രവും അതേപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുക്തി മിഷൻ എന്ന പേരിൽ ഒരു പദ്ധതിയും ആര് കൊണ്ടുവരുന്നു? പണ്ഡിത രമാബായി കൊണ്ടുവരുന്നു. പണ്ഡിത രമാബായി പങ്കെടുത്ത INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1889 ബോംബെയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ ആര് പങ്കെടുത്തു? പണ്ഡിത രമാബായി പങ്കെടുത്തു. അപ്പോൾ പണ്ഡിത രമാബായിയെ കുറിച്ചുള്ള കാര്യങ്ങളും ക്ലിയർ അല്ലേടാ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശ്രദ്ധിച്ചോ, കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവ സ്ഥാപിച്ച വ്യക്തികളും. ഓക്കെ, പ്രാർത്ഥനാ സമാജം ആരാണ് കൊണ്ടുവരുന്നത്? ആത്മാറാം പാണ്ഡുരംഗ്. അപ്പോൾ പ്രാർത്ഥനാ സമാജം കൊണ്ടുവരുന്നത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്.
ആര്യസമാജം കൊണ്ടുവരുന്നത് ആരാണ്? ആര്യസമാജം കൊണ്ടുവരുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം കൊണ്ടുവരുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം, അടുത്തതാണ് ഇത്. അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവരുന്നത് ആരാണ്ടാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവരുന്നത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പം നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോ. ആര്യ സമാജം കൊണ്ടുവരുന്നത് ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം കൊണ്ടുവരുന്നത് ആരാ? ആത്മാറാം പാണ്ഡുരംഗ്. അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവരുന്നത് ആരാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്ത് തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവരുന്നത് 2 പേര് ചേർന്നിട്ടാണ്. മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും. അപ്പം മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ് എന്ത് കൊണ്ടുവരുന്നത്? തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് വീരേശലിംഗം പന്തുലു. അപ്പൊ വീരേശലിംഗം പന്തുലു ആണ് എന്ത് സ്ഥാപിക്കുന്നത്? ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാ? സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാ? വീരേശലിംഗം പന്തുലു. അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? EV രാമസ്വാമി നായ്ക്കർ ആണ്. അപ്പോൾ ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. അടുത്ത ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, അത് ഏതാണ്? SNDP. SNDP സ്ഥാപിച്ചതാരാണ്ട? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാ? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സ്ഥാപിക്കുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. എടാ അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി 2 പേര് ചേർന്നിട്ടാണ് രൂപീകരിക്കുന്നത്. മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ വിവേകാനന്ദനും ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ വീരേശലിംഗം പന്തലുമാണ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവും. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്ട? അയ്യങ്കാളിയുമാണ്. അപ്പോൾ ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്